ഹായ്, നമസ്കാരം കൂട്ടുകാരെ. നമുക്ക് തുറമുഖങ്ങൾ 4ാം ഭാഗത്തിലേക്ക് കടക്കാം കേട്ടോ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്, ചുമ്മാ ഒരു കാര്യം കേട്ടോ. അതായത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറണമെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ്, ഒരു ഫോർ എക്സാമ്പിൾ ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ച് മാത്രം പഠിച്ചാൽ മതി. അത് തന്നെ പഠിച്ചാൽ മതി. ഇപ്പൊ നമ്മളുടെ മനുഷ്യന്മാരെ പ്രശ്നം എന്ന് വെച്ചാല്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയണം. ഇപ്പൊ ഞാനൊരു തൊഴിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സംഭവം കണ്ടു. ഇപ്പൊ തൊഴിൽ വീദ്യ അതല്ലെങ്കിൽ കണ്ടു, അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ കണ്ടു. അപ്പൊ നമ്മളുടെ മനസ്സാകെ ഇങ്ങനെ എന്താ പറയാ, സമാധാനം കിട്ടാണ്ട് ഇങ്ങനെ അലഞ്ഞടക്കുക. അപ്പൊ എല്ലാതും വാങ്ങിച്ചു കൂട്ടുകയും നമ്മൾ പഠിക്കുകയും ചെയ്യില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റ് കയറും കേട്ടോ. അനുഭവം കൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ഈ തുറമുഖങ്ങൾ 4ാം ഭാഗമാണ്. ഞാൻ ഈ 3 ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ കോഡ് അനുസരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിന്റെ പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ നോക്കാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കോഡ് വെച്ച് പറഞ്ഞു ജവഹർലാൽ നെഹ്റു എന്താണ് ഷേവ് ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ നവഷേവ തുറമുഖം ആണ് ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ മറ്റൊരു പേര്. അതായത് നമ്മളിങ്ങനെ ആലോചിക്കുക, തിരക്കല്ലേ. അപ്പൊ എന്താണ് ജവഹർലാൽ നെഹ്റു ഷേവ് ചെയ്ത് നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നവഷേവ പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം എന്ന് ചോദിച്ചാലും എന്താണ് ജവഹർലാൽ നെഹ്റു തുറമുഖം അല്ലെങ്കിൽ നവഷേവ പോർട്ട് തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖം. എണ്ണൂറാണ്. ഈ എണ്ണൂർ തുറമുഖം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇത് തമിഴ്നാട്ടിലാണ് അല്ലെ. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മേജർ പോർട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്. മേജർ പോർട്ട് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ് അല്ലെ. അപ്പൊ തമിഴ്നാട്ടിലുള്ളൊരു പോർട്ടാണ് ഇത് എണ്ണൂർ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ രൂപം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉപഗ്രഹ തുറമുഖം എന്ന് വെച്ചാൽ ഉപഗ്രഹം വിക്ഷേപിക്കണമല്ല കേട്ടോ. ഇതിന്റെ സബ്ബായിട്ട്, അതായത് ചെന്നൈ എന്ന് പറയുന്ന ആ പോർട്ടിന്റെ സബ്ബായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഉപഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഉപഗ്രഹ തുറമുഖം എന്ന നിലയിൽ ചെന്നൈ തുറമുഖത്ത് ഇറക്കുമതി ചെയ്തിരുന്ന കൽക്കരി കോള് കൈകാര്യം ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള തുറമുഖമാണ് ഇത്, ഈ എണ്ണൂർ തുറമുഖം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി. നമുക്കറിയാം, നിങ്ങൾ പോയിട്ടുണ്ടാവില്ല, ലുലുമാളൊക്കെ കാണാൻ പോകുമ്പോൾ ഇനി കൊച്ചി തുറമുഖത്തിന്റെ അവിടേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പൊ വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ടെസ്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. കൊച്ചി തുറമുഖം ഏത് ബാക്ക് വാട്ടറിലാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ 5ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിപ്പിക്കുന്നതാണ്. ഈ ബാക്ക് വാട്ടേഴ്സ് അതേപോലെ റിവേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഇടയ്ക്ക് നിങ്ങളോട് പറയാറുള്ളത്, 5 തൊട്ടിട്ട് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റുകൾ കളക്ട് ചെയ്യണം കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കളക്ട് ചെയ്യാൻ. അത് ശ്രമിച്ചു നോക്കിയിട്ടൊന്ന് വായിച്ചു നോക്ക് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി. അത് വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ നോക്കിയ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖമാണ് പിപ്പാവാവ് അല്ലെ. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഏതൊക്കെ തുറമുഖങ്ങളുണ്ട്. പിപ്പാവാവ് ഉണ്ട്, മുന്ദ്രയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അതില് ആദ്യ സ്വകാര്യ തുറമുഖമാണ് പിപ്പാവാവ്, ഗുജറാത്ത്. ദെൻ ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത. അപ്പൊ നദിയില് രൂപം കൊണ്ടിരിക്കുന്ന ഒരു തുറമുഖമാണ് ഇത്. നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എന്ന് ചോദിച്ചാൽ ഉത്തരം എണ്ണൂറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെന്നൈ പാട്ടിന്റെ സബ്ബായിട്ട് വന്നൊരു തുറമുഖമാണ് എണ്ണൂർ. അതാണ് ഇന്ത്യയിലെ ഇക്കോ ഫ്രണ്ട്ലി പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് എണ്ണൂറാണ്. ദെൻ കൃഷ്ണപട്ടണം തുറമുഖം അല്ലെ. കൃഷ്ണപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ദെൻ അടുത്തത്, ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖമാണ് കൺള. നമ്മൾ കൺള എന്ന് പറയുന്നത് എപ്പോഴും ചോദ്യം വരുന്നത് വേലിയേറ്റ തുറമുഖം അത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതൊക്കെയാണ്. ദെൻ കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി, അറിയാലോ. ദെൻ കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. അതെല്ലാവർക്കും അറിയായിരിക്കും. കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത് 1928 മെയ് 26 ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് സഹായിച്ച ജപ്പാൻ കമ്പനിയാണ് മിത്സുബിഷി. ഇപ്പൊ മിത്സുബിഷിയുടെ ധാരാളം വാഹനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കമ്പനിയാണ് കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് സഹായിച്ച ജപ്പാൻ കമ്പനി. ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ള ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഈ പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ 1980 ലാണ്
രൂപം കൊള്ളുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മേജർ പോർട്ട് നമ്മളുടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലും അതേപോലെ തന്നെ ഈ ചെറുകിട പോർട്ടുകൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലായിരിക്കും. പക്ഷെ ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ ഈ കൺട്രോളുള്ള അല്ലെങ്കിൽ നിയന്ത്രണമുള്ള ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അത് രൂപീകൃതമായത് 1980-ലാണ്. ദെൻ ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് തുറമുഖമാണ് ഇത് കൊൽക്കട്ട എന്ന് പറയുന്നത്. അപ്പൊ അത് നങ്കൂരം ഇടാന്നൊക്കെ പറയില്ല തന്നെ. ദെൻ കർണാടകത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. ന്യൂ മാംഗ്ലൂർ എന്ന് വെച്ചാൽ മംഗലാപുരം പോട്ടെ കേട്ടോ. ദെൻ മർമാഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? സുവാരി നദിയാണ്. അപ്പൊ നമുക്കറിയാം ഗോവയിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് ഗോവ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് സുവാരി. ദെൻ ഇന്ത്യയിലെ ഏക കരബന്ധിത ലാൻഡ് ലോക്ക്ഡ് തുറമുഖം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ വിശാഖപട്ടണമാണ്. ദെൻ പുതിയൊരു അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് വിഴിഞ്ഞം. അത് നമുക്കറിയാം ഏത് ഗ്രൂപ്പാണ്? അദാനി ഗ്രൂപ്പിന്റെയാണ് എന്നൊക്കെ അറിയാം അല്ലെ. ദെൻ ഹാൽഡിയ തുറമുഖം കൊൽക്കട്ട തുറമുഖത്തിന്റെ ഏത് തുറമുഖത്തിന്റെ ഭാഗമാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ്? കൽക്കട്ട തുറമുഖത്തിന്റെ ഭാഗമാണ്. ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ടോട്ടല് കഴിഞ്ഞ വീഡിയോയിൽ 20ഉം ഈ വീഡിയോയിൽ 20 അങ്ങനെ ടോട്ടൽ 40 പോയിന്റ്സും വിത്ത് എന്താണ് അതിന്റെ എന്താ പറയാ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഞാനത് നിങ്ങൾക്ക് ഈസി മെത്തേഡായിട്ട് നിലനിർത്താനായിട്ട് മെമ്മറി ട്രിക്സ് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഇതൊരു ചെറിയ പാക്കേജ് ആണ് ഈ പോർട്ട് എന്ന് പറയുന്നത്. മിസ്സാവാണ്ട് ശ്രദ്ധിക്കുക. മിസ്സായവര് അതിൽ PSC AM അത് സബ്സ്ക്രൈബ് ചെയ്യുക. കറക്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണാം അതിന്റെ ലിങ്കുകൾ കാണാം കേട്ടോ. അപ്പൊ ഓരോ വീഡിയോ മാത്രം കണ്ടിട്ടല്ല ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് ചെന്നിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ ലിങ്കുകൾ കാണാം. അപ്പൊ വീണ്ടും PSC AM കാണുക. ഓക്കെ, അപ്പൊ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. ഓക്കെ.